ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടൊരു ട്രിക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു ട്രിക്കാണ്. നിങ്ങൾ ഫയൽ എക്സ്പ്ലോററിനെ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാറ്? ക്ലിക്ക് ചെയ്തിട്ട്. എന്നാൽ ഇനി അങ്ങനെ ചെയ്യണ്ട കേട്ടോ. നമുക്കൊരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് ഇത് കീബോർഡ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട കീസാണ് വിൻഡോസ് ആൻഡ് ഇ കീസ്. അപ്പോൾ നമുക്ക് നോക്കാം. വിൻഡോസും ഇയും കൂടി ഒരുമിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയൽ എക്സ്പ്ലോററിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഫയൽ എക്സ്പ്ലോറർ യൂസ് ചെയ്യുന്ന ഒരു ഓഫീസിൽ പോകുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ ഇങ്ങനെ ഈ ഒരു കീബോർഡിൻ്റെ ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫയൽ എക്സ്പ്ലോററിനെ ഓപ്പൺ ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലായിടത്തും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഓൾസോ നമ്മളിപ്പോൾ ഒരുപാട് ഫയൽസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ സ്ക്രീനിൽ നോക്കി നമുക്ക് കാണാൻ പറ്റും. എക്സൽ അതിനകത്തുണ്ട്, വേർഡ് ഉണ്ട്, അതേപോലെ കുറേ ഫയൽ എക്സ്പ്ലോറേഴ്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ ഡോക്യുമെൻറ്റ്സും ക്ലോസ് ചെയ്യാതെ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാതെ എനിക്ക് എവിടോട്ട് പോകണം, എൻ്റെ ഡെസ്ക്ടോപ്പിലോട്ട് പോകണം. അങ്ങനെ പോകണമെങ്കിൽ കണ്ടോ, എൻ്റെ ഡെസ്ക്ടോപ്പിൻ്റെ ബോട്ടം റൈറ്റ് എൻഡിലായിട്ട് ചെറിയൊരു ഐക്കൺ ഉണ്ട്. ആ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഫയൽ എക്സ്പ്ലോറർ ഒന്നും കൂടി ഓപ്പൺ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ബോട്ടം സൈഡിൽ റൈറ്റ് എൻഡിലായിട്ട് ചെറിയൊരു ഐക്കൺ കാണാൻ പറ്റും. കണ്ടോ, ഇത് നിങ്ങൾക്ക് കാണുന്നില്ല, ഷോ ഡെസ്ക്ടോപ്പ് എന്നുണ്ടോ എഴുതി കാണിച്ചിരിക്കുന്നത്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഡെസ്ക്ടോപ്പിലോട്ട് പോകും. അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് എപ്പോഴും യൂസ് ചെയ്യുന്നവർക്ക് ഇതൊരു യൂസ്ഫുൾ ടിപ്പായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഫോളോ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു സോ മച്ച്.